സുരക്ഷാവടം മുറുകിയുള്ള മരണത്തില് ഇത് പ്ലാസ്റ്റിക്കിന്റെ വള്ളിയായിരുന്നു, തിരിച്ചറിയാനുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അപകടം ഉണ്ടാവില്ല എന്നാണ് ആ കുടുംബം ആരോപിക്കുന്നത്. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഭാഗമായി സ്ഥിരമായി ചെയ്യാറുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തന്നെയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണി നേരിടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. പ്രത്യേകിച്ച് ലോൺ വുൾഫ് അറ്റാക്ക് എന്നുള്ളൊരു സംഭവമുണ്ട്. അത് പല തീവ്രവാദി സംഘടനകളും സ്ലീപ്പർ സെല്ലിൽ നിന്ന് ലോൺ വുൾഫ് അറ്റാക്ക്, പ്രത്യേകിച്ച് ബൈക്കിൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത മുൻകൂട്ടിയാണ് നമ്മൾ റോഡ് ഇങ്ങനെ വടം കെട്ടി ബ്ലോക്ക് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ പല സ്ഥലത്തും ബാരിക്കേഡിങ്ങും ചെയ്യാറുണ്ട്. അപ്പോൾ അത് പുതിയതായിട്ടുള്ളൊരു കാര്യമല്ല. എന്ന് മാത്രമല്ല, ആ വടം കെട്ടിയ സ്ഥലത്ത് ഒരു 5-6 മീറ്റർ മുമ്പ് ഒരു 3 പോലീസുകാരെ അവിടെ സ്റ്റേഷൻ ചെയ്തിരിക്കുകയും ഉണ്ടായി. അത് പ്രത്യേകിച്ച് ഈ നിർത്താതെ ഇല്ലെങ്കിൽ അമിത വേഗത്തിൽ വരുന്ന യാത്രക്കാരെ വാൺ ചെയ്യാൻ വേണ്ടിയാണ്. നിർഭാഗ്യവശാൽ ഈ പോലീസുകാരുടെ വാർണിംഗ് അനുസരിക്കാതെ ഇല്ലെങ്കിൽ കേൾക്കാതെ ഈ വ്യക്തി അമിത വേഗത്തിൽ പോയി നിർഭാഗ്യവശാൽ ഈ കയറിൽ കുരുങ്ങി മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. ഡ്രങ്കൺ ഡ്രൈവ് ആണോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ബ്ലഡ് സാമ്പിൾ ടെസ്റ്റിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഡ്രങ്കൺ ഡ്രൈവിംഗ് ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ലൈസൻസ് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യണം. അത് നമ്മൾ പരിശോധിച്ച് വരാണ്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സഹോദരി പറഞ്ഞൊരു ആരോപണമേ വടമായിരുന്നു, അതിലൊരു ഇവിടുണ്ടായിരുന്നു, അറിഞ്ഞായിരുന്നു. ചെറിയ പ്ലാസ്റ്റിക് പള്ളി ആയതുകൊണ്ട് അറിയാതെ പോകുന്നൊരു ടെൻഷൻ അവരിങ്ങനെ പങ്കുവയ്ക്കും. ഇല്ല, അത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ്. കാരണം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വരുമ്പോൾ അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ റൂട്ട് ഡൈവേർഷൻസും ബ്ലോക്കേഡും എല്ലാം നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ മീഡിയയിൽ അറിയിക്കാറുള്ളത് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഇവിടെ ജനങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് വെറും അരമണിക്കൂർ മുമ്പ് മാത്രമാണ് നമ്മൾ ഈ ഫുൾ ബ്ലോക്ക് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ വാർണിങ്ങിന് വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ 3 പോലീസുകാർ ഈ വടം കെട്ടിയിരിക്കുന്ന സ്ഥലത്തിന് ഒരു 5-6 മീറ്റർ മുമ്പ് വാർണിങ്ങിന് വേണ്ടി ഇത് സ്ഥിതി ചെയ്തിരുന്നായിരുന്നു. അവര് അവിടെ ലൊക്കേറ്റ് ചെയ്തിരുന്നായിരുന്നു. അവര് വാർണിംഗ് കൊടുത്തു. പക്ഷെ ഇദ്ദേഹം ആ വാർണിംഗ് ശ്രദ്ധിക്കാതെ നിർത്താതെ പോവുകയാണ് ഉണ്ടായത്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഇരുണ്ടടഞ്ഞ സ്ഥലമല്ല, വടം വ്യക്തമായി കാണാവുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. റോഡിൽ വളരെ വെളിച്ചമുള്ള ഒരു ജംഗ്ഷൻ തന്നെയാണ്. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് അനാസ്ഥയുള്ളതായി ഒരിക്കലും അത് നമുക്ക് പറയാൻ പറ്റില്ല. ഓവർ സ്പീഡ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് നമ്മൾ CCTV ഫുട്ടേജ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു ചിത്രം കിട്ടുന്നതായിരിക്കും.